ഇന്നലെ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റണില്ല, മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച് കൂട്ടി. അച്ഛപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കുക, പോലീസുകാർ ചവിട്ടി കൂട്ടി. അച്ഛന് ഹാർട്ടിന് കംപ്ലൈന്റ്, കിഡ്നിക്ക് കംപ്ലൈന്റ്, കാലിൽ കമ്പി കെട്ട് കിടക്കണേ. ആ മനുഷ്യനെ ചവിട്ടി കൂട്ടി ഇപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഞങ്ങൾക്ക് കിടക്കാൻ പണം വേണം. ഇന്നലെ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റണില്ല, മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച്. സ്ത്രീകളെന്നും പ്രായമായവരെന്നും ഒരു വ്യത്യാസമില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് വളരെ തെറ്റായ കാര്യമാണ്. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യം, ആദ്യം ഇത് പ്രതിഷേധം കണ്ടപ്പോൾ കഴിഞ്ഞ തവണ വന്നതുപോലെ തന്നെ പോലീസ് പിൻവാങ്ങുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. പിൻവാങ്ങി കഴിയുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് പോലീസ് വീണ്ടും അതിക്രമിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ പിൻവാങ്ങിയ പോലീസ് വരുമോ? അതാണ് ഇവരെല്ലാവരും സംശയിക്കുന്നത്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. അതുകൂടി ആഭ്യന്തരമന്ത്രി അന്വേഷിക്കേണ്ടതുണ്ട്. പണിയെടുത്ത് കൊടുത്തവർക്കും ഞങ്ങൾ തുണി എടുക്കാൻ പോലും സമ്മതിക്കില്ല ഈ നാട്ടുകാരികൾ. നല്ല തുണി എടുക്കാൻ പോലും എനിക്ക് പറയാൻ പറ്റും. ഞങ്ങള് പണ്ടത്തെ ഇത് വേറെ കൂട്ടിക്കിടക്കണം.